പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. സുബഹിക്ക് ശേഷം 2 റക്അത്ത് സൂര്യൻ ഉദിച്ചതിനു ശേഷം നമസ്കരിച്ചാൽ അത് ളുഹാ നമസ്കാരം ആകുമോ, അതോ ളുഹ പിന്നീട് നമസ്കരിക്കേണ്ടതുണ്ടോ എന്നാണ് ഒരു ശ്രോതാവിൻ്റെ ചോദ്യം. ളുഹാ നമസ്കാരവും ഇഷ്റാഖ് നമസ്കാരവും രണ്ടല്ല ഒന്നാണ്. സുബ്ഹ് നമസ്കാരാനന്തരം മുസല്ലയിൽ തന്നെ ഇരുന്ന് സൂര്യോദയത്തിന് ശേഷം 2 റക്അത്ത് നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിന് ഇഷ്റാഖ് എന്ന പേരാണ് നൽകാറുള്ളത്. അത്തരത്തിൽ നമസ്കരിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടു വന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇത് ളുഹയാണ്, ളുഹാ നമസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമസ്കാരമാണ് എന്നും പണ്ഡിതന്മാർ പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമസ്കരിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ളുഹ എന്ന് പറഞ്ഞ് പ്രത്യേകമായി ഒരു നമസ്കാരം നമസ്കരിക്കേണ്ടതില്ല. ഇഷ്റാഖ് നമസ്കരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണമെങ്കിൽ ളുഹ നമസ്കരിക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി കൊണ്ട് സഹാബിമാരോട് വസിയ്യത്ത് ചെയ്ത നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട നമസ്കാരമാണ് ളുഹ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മക്കം ഫത്ഹിൻ്റെ സമയത്ത് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹ നമസ്കരിച്ചിട്ടുണ്ട്. 8 റക്അത്തുകളാണ് മക്കം ഫത്ഹിൻ്റെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചത്. എന്നാൽ ളുഹ നമസ്കാരത്തിൻ്റെ എണ്ണത്തിന് പരിധിയില്ല എന്ന നിലപാടാണ് പ്രസ്തുത വിഷയത്തിൽ ഏറ്റവും ശരിയായ നിലപാട് എന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ. താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.